അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ത്വഹാറത്ത് ശുദ്ധിയാവുക എന്നുള്ളത് പല വിധത്തിലുണ്ട് അല്ലേ? ശുദ്ധിയാവുക എന്നുള്ളത് പല വിധത്തിലുണ്ട്. ഉളൂഇലൂടെ ശുദ്ധിയാകാം, അഥവാ ശുദ്ധി എന്നുള്ളത് നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ്. അപ്പോൾ ഉളൂഇൽ നിന്ന് ഉളൂ ഒരു ശുദ്ധിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പുറമെ കുളി ഒരു ശുദ്ധിയുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഉള്ളത് കുളിയുടെ ഫർളുകൾ രണ്ടായിട്ടുണ്ട് അല്ലേ? കുളിയുടെ ഫർളുകൾ രണ്ടായിട്ടുണ്ട്. ഒന്നാമത്തതാണ് നിയ്യത്ത്. ഒന്നാമത്തെ നിയ്യത്തല്ലേ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കരുതുക എന്ന അർത്ഥമാക്കല്ലേ? കരുതുക നിയ്യത്ത്. അപ്പം ഈ കരുതുക എന്നതുകൊണ്ട് ത്വഹാറത്ത് ശുദ്ധിയാവുക, അഥവാ വലിയ ശുദ്ധിയിൽ നിന്ന്, ജനാബത്തിൽ നിന്ന്, നജസിൽ നിന്ന്, ഹദസിൽ നിന്നൊക്കെ ശുദ്ധിയാവുക നോക്കും അല്ലേ? അപ്പോൾ അതിൽ പറയുന്നുണ്ട്, മഹാന്മാരൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാം, മഖ്റൂനം ബി അവ്വലിഹി, ഈ നിയ്യത്ത് എന്നുള്ളത് ആദ്യം അന്വരിക്കണമെന്ന് അല്ലേ? നിയ്യത്ത് എന്നുള്ളത് ആദ്യം അന്വരിക്കണം. അഥവാ പറയുന്നതെന്ന് വെച്ചാല്, അപ്പോൾ അവന് കുളിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആദ്യം അവൻ എവിടോ തലമെന്ന ഉദ്ദേശം അങ്ങനെ. അപ്പൊ ഇനി ഒരാളിപ്പോ അടിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിലോ, അടിയും തുടങ്ങി അടിയിൽ നിന്നേക്കൂടെ. ഇപ്പോൾ ഒരാൾ ഒരു മയ്യത്ത് അല്ലെ, മയ്യത്തല്ല, ഒരു രോഗിയായ മനുഷ്യൻ, അതാണ് മസ്റുഫത്തുൽ മീനൊക്കെ പറഞ്ഞ വലു അസ്ഫലി തായാണെങ്കിലും ശരി, എന്തെന്നെ കുളി എവിടുന്ന് തന്നെ അവൻ്റെ നിയ്യത്ത് അനുസരിച്ച് കുളി എവിടുന്നാണെങ്കിലും തുടങ്ങാം. അത് അവല് ആദ്യം തന്നെ നിയ്യത്ത് വെക്കണം എന്ന് പറഞ്ഞു. അവലമി മഖ്റൂനി എന്ന് പറഞ്ഞിടത്തൊക്കെ അങ്ങനെയാണ്. നമ്മളിപ്പോ നിയ്യത്ത് അന്വരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഒരാള് കുളിയുടെ ഇപ്പൊ ശരീരത്തിന്റെ 2-3 ജ്യൂസ് ആൾ കഴിക്കേണ്ട ശേഷമാണ് ഓർമ്മ വന്നത്. നിയ്യത്ത് അപ്പോഴാണ് ഓർമ്മ വന്നത്. നിയ്യത്ത് വെച്ചിട്ടില്ലല്ലോ എന്ന് ഓർമ്മ എന്താണ്? അപ്പോന് വീണ്ടും കുളിക്കുക. നിയ്യത്ത് ഇപ്പൊ ആദ്യം കൊണ്ട് വെച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറയാ, ഇപ്പൊ ഫർള് കുളിക്കാൻ വിചാരിച്ചിരുന്നു, അപ്പൊ ആദ്യം നിയ്യത്ത് വെച്ചിട്ടില്ല. ആദ്യം കൊണ്ട് വെച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ആദ്യം മുതൽ അതൊക്കെ ഫത്തുൽ മീനൊക്കെ പറയുന്നത് കാണാം. വജബ ഇആദത്തു, മടക്കൽ നിർബന്ധമാണ്. ഈ ഒരു ചങ്ങായി എന്ത് ചെയ്ത് മറന്ന്, നിയ്യത്തൊക്കെ മറന്നെങ്കിൽ മടക്കൽ നിർബന്ധമാണെന്ന് തന്നെ ഫത്തുൽ മീനൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മള് ഒരുത്തന് നിയ്യത്ത് വെച്ചിട്ടില്ല, പെട്ടെന്ന് തന്നെ ഒരു കുളിയിൽ പറയുന്നതാണ് ഒരക്ക് എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ ഒരക്കണം, ചളി പോകാനൊക്കെ ഒരക്കുക. അപ്പൊ അങ്ങനെ ഒരക്കുന്ന ഭാഗത്തി. അപ്പൊ അങ്ങനെയാണെങ്കിലോ നിയ്യത്ത് വെച്ചിട്ടില്ലോന് ഒരക്കുന്ന ഭാഗത്തി അപ്പോഴും മടക്ക. പിന്നെയാണ് മറ്റൊരു ഭാഗം. ഏത്? ഒരു ചങ്ങായി കുളിക്കുമ്പോ ഉറങ്ങിപ്പോയി. ഒരു ചങ്ങായി ഉറങ്ങിപ്പോയി. അപ്പൊ അങ്ങനെ അപ്പൊ അയാള് നിയ്യത്ത് മടക്കി കൊണ്ടുവരണം, അതോ കുറച്ച് കഴിഞ്ഞ് അയാൾ എണീച്ച് ഇനി നിയ്യത്ത് മടക്കി കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ അയാൾക്ക്? അപ്പൊ അങ്ങനെ മടക്കേണ്ടതില്ല, അവൻ ബാക്കി കുളിച്ചാൽ മതി എന്നാണ് ഫത്തുൽ മൊയ്നൊക്കെ പറയുന്നത്. അവൻ നിയ്യത്ത് മടക്കി കൊണ്ടുവരേണ്ടതില്ല എന്നാണ് ഫത്തുൽ മൊയ്ൻ അടുക്കുള്ള ഗ്രന്ഥം പറയുന്നത്. അങ്ങനെയാണ്, നിയ്യത്തിനെ മടക്കി കൊണ്ടുവരണ്ട, ബാക്കിയുള്ളതിന് ഓനെന്ത് ചെയ്താൽ മതി, കുളിച്ചാൽ മതി. പിന്നെ രണ്ടാമത്തെ ഷർത്ത് ഫർള് എന്നുള്ളത് ശരീരം മൊത്തം വ്യാപകമാക്കുക. അത് വ്യാപകമാക്കുക എന്നുള്ളത് എന്താണ്? വെള്ളം ശരീരം മുഴുവനും വ്യാപകമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരം മുഴുവനും വ്യാപകമാക്കുക എന്നുള്ളിടത്ത് എങ്ങനെ? അപ്പൊ നഖത്തിന്റെ അടി അതൊക്കെ അതിൽ ഒക്കെ പെടും. അവന്റെ മുടി മുളക്കണ സ്ഥലം ഒക്കെ പെട്ട്, അവന്റെ ലോഹിർ അവനല്ല, തിങ്ങിയ മുടി താടി ഒക്കെ പെട്ട്. ഞാൻ മുടി വെട്ടിയതാണെങ്കിലും ഇനിയിപ്പോ ഓനാ മുടി, ഓനക്ക് മുടി ഉണ്ട്, ഓനെ വെട്ടിനാട്ടി മുടി പോന അതിന്റെ മുമ്പ് വെട്ടിക്കണ്, കുളിക്കണാട്ടി മുമ്പ് വെട്ടിക്കണ്. എന്നാലും ശരി, അവിടൊക്കെ എന്ത് ചെയ്യണം? കഴുകണം. ലോഹിറും കഴുകണം, ബാത്തിനൊക്കെ കഴുകണം. ഈ ബാത്തിന് ഉദ്ദേശം എന്ന് പറഞ്ഞാല്, അപ്പോ ഉദാഹരണം പറയാം, ചെവിന്റെ ഉള്ളൊരു ബാത്തിനാണല്ലേ? ചെവിന്റെ ഉള്ളിലേക്ക് വെള്ളത്തിക്കണം. ബാത്തിന് കേൾക്കണം എന്ന് പറഞ്ഞാൽ ചെവിന്റെ ഉള്ള
അല്ലെ ഈ കണ്ണിന്റെ ഉള്ളില് അതൊക്കെ ഒരു വാത്തിനായിപ്പെടൂലേ? അത് കറാഹത്താണ്. കണ്ണിന്റെ ഉള്ളിൽ കഴുകാൻ പാടില്ല, അത് കറാഹത്താണ്. കഴിക്കാൻ പാടില്ല, കറാഹത്താണ്. അപ്പൊ ചെവിന്റെ ഉള്ളാവുമ്പോ ഏത് രൂപത്തിലാണ്? ചെവിന്റെ ഉള്ളിൽ കഴുകണം എന്ന് പറഞ്ഞിട്ടില്ല, ചെവിന്റെ ഈ ചെവിക്കൊണ്ട് കഴുകുക അത്ര പറയുന്നുള്ളൂ. ഷാ രൂപത്തിലൊക്കെയുള്ള മസാലകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വിഷയത്തിൽ തോഹിർ എന്നുള്ളത് അത് കുളിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഉളു ആയി ബന്ധപ്പെട്ടൊക്കെ രൂപപ്പെടുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് നല്ല ശ്രദ്ധ വരുത്തണം, കുളിയുടെ വിഷയത്തിലും ഉളുവിൻ്റെ വിഷയത്തിലൊക്കെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.